നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. കാസർഗോഡ് കൊതുകിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ദ്രാവകം ഉള്ളിൽ ചെന്ന് 1.5 വയസ്സുള്ള പെൺകുഞ്ഞ് മരിച്ചു. കല്ലൂരാവി ബാവാനഗറിലെ ജെസ്സിയാണ് മരിച്ചത്. 2 ദിവസം മുൻപ് കളിക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ കീടനാശിനി കഴിക്കുകയായിരുന്നു. ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായി. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. ബാബാനഗറിലെ അൻഷിഫയുടെയും ആറങ്ങാടി സ്വദേശി റംഷീദിന്റെയും മകളാണ് ജെസ്സ. പട്ടാമ്പി കൊപ്പത്ത് 3 ലോറികൾ കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ കൊപ്പം കല്ലേപ്പുള്ളി ഇറക്കത്തിലാണ് വാഹനാപകടമുണ്ടായത്. രാവിലെ 11:30യോടെയാണ് സംഭവം. ഇറക്കത്തിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ കല്ലുകയറ്റിയ ടോറസ് ലോറി റോഡിൽ മറഞ്ഞു. അപകട കാരണം വ്യക്തമല്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കില്ല. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു. അണക്കെട്ടിലെ ജലനിരപ്പ് 138.60 അടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചിരുന്നു. ഇന്നലെ 12,000 ക്യുസെക്സിലധികം വെള്ളമാണ് സെക്കൻഡിൽ ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ പെരിയാർ വനമേഖലയിലും വൃഷ്ടിപ്രദേശങ്ങളിലും മഴ കുറഞ്ഞതോടെ നീരൊഴുക്കും കുറഞ്ഞു. നിലവിൽ 2608 ക്യുസെക്സ് വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് ടണൽ മാർഗം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും 256 ക്യുസെക്സായും കുറച്ചു. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായെങ്കിൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പെരിയാറിലേക്ക് ഒഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇടുക്കിയിലെ ചെറുകിട അണക്കെട്ടുകളായ ഇരട്ടയാറും കുണ്ടളയും പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുക്കുകയാണ്. ഇരട്ടയാറിൽ 749 മീറ്ററും കുണ്ടളയിൽ 1758.45 മീറ്ററുമാണ് ജലനിരപ്പ്. മാട്ടുപ്പെട്ടി, പൊന്മുടി, ആനയിറങ്കൽ ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കിയിലേക്കുള്ള നീരൊഴുക്കിലും വർധനവുണ്ട്. 2365.02 അടിയാണ് നിലവിലെ ജലനിരപ്പ്. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 15 അടിയോളം കുറവാണ് ഇടുക്കിയിലെ നിലവിലത്തെ ജലനിരപ്പ്. ന്യൂസ് 18 ഇടുക്കി. ഷർട്ടിന്റെ ബട്ടൺസിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ സ്വർണം പോലീസ് പിടികൂടി. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ബിഷറത്താണ് അറസ്റ്റിലായത്. ഷർട്ടിന്റെ ബട്ടൺസിനുള്ളിൽ ഒളിപ്പിച്ച ശേഷം ഷർട്ട് ബാഗേജിൽ മറ്റ് വസ്ത്രങ്ങൾക്കൊപ്പം വയ്ക്കുകയായിരുന്നു. കസ്റ്റംസിനെ വെട്ടിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത്. കോഴിക്കോട് വാണിമേലിൽ യാത്രാ ദുരിതത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ ഭൂമിവാതുക്കൽ പാക്കോയി റോഡ് ഉപരോധിച്ചു. റോഡ് തകർന്നിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് 3.5 കോടി രൂപ അനുവദിച്ചുവെങ്കിലും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. നാട്ടുകാർ ഭൂമി വിട്ടു നൽകിയിട്ടും കാൽനട യാത്ര അടക്കം ദുസ്സഹമായിരിക്കുകയാണ്. റോഡ് വീതിയാക്കിയിട്ട് ഇപ്പോൾ 2 വർഷമാവാറായി. ഇതുവരെയും അത് ടെൻഡർ ആവുകയോ ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ്റിൽ ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവരെ ടെൻഡർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് 30 രൂപ മിനിമം ചാർജ് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ, നമ്മുടെ പ്രദേശത്തേക്ക് വരണമെങ്കിൽ 100 രൂപയാണ് ഓട്ടോക്ക് ചാർജ് വാങ്ങുന്നത്. അതുപോലെ ഒരു ആംബുലൻസ് വരുന്നില്ല. പിന്നെ ഇതിലെ ബൈക്കിൽ പോയ 3 ആളുകളോളം വീണിട്ട് കാലിൽ പ്ലാസ്റ്റർ കിടന്നിട്ടാണ്. അപ്പോൾ നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറച്ച് ചെറുപ്പക്കാർ ഇന്ന് സൂചനാ പണി മുടക്കുന്ന നിലക്ക് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത വരും ദിവസങ്ങളിൽ PWD ഓഫീസിലേക്കും അതുപോലെ വാണിമേൽ മെയിൻ റോഡൊക്കെ ബ്ലോക്കാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ജനകീയ സമരം ഇനി ഉണ്ടാകുന്നത് സൂചനാ സമരമാണ്. റോഡ് ഉപരോധിച്ച കർമ്മസമിതി പ്രവർത്തകരെ വളയം പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ധർണ KVVS ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ഉദ്ഘാടനം ചെയ്തു. 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വ്യാപാരികൾ കടകളടച്ചായിരുന്നു പ്രതിഷേധം.
ടർഫിലെ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സ്കൂട്ടർ മതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാക്കൾ മരിച്ചു. 18 വയസ്സുള്ള ഇർഫാൻ, 21 വയസ്സുള്ള മൃദുൽ എന്നിവരാണ് മരിച്ചത്. മലപ്പുറം ഇരിങ്ങാവൂർ കുറുപ്പൻപടിയിൽ ആയിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ മതിലിലിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇരുവരെയും മാറ്റുകയായിരുന്നു. കാസർഗോഡ് നീലേശ്വരം ബസാർ തളിയിൽ അമ്പലം റോഡ് ആധുനികവൽക്കരിക്കും. ഇതിനായി 5 കോടി രൂപയുടെ സാങ്കേതികാനുമതി ലഭിച്ചു. പദ്ധതി യാഥാർത്ഥ്യമായാൽ കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നീലേശ്വരത്തിന് മുതൽക്കൂട്ടാവും. നീലേശ്വരത്തൂടെ കടന്നുപോകുന്ന രാജാ റോഡുമായി ബന്ധിപ്പിക്കുന്ന 5 മുനിസിപ്പൽ റോഡുകളെ ചേർത്താണ് പദ്ധതി. 1.5 കിലോമീറ്റർ ദൂരത്തിൽ 3.80 മീറ്റർ മുതൽ 7 മീറ്റർ വരെ ടാറിംഗ് ചെയ്ത് ആധുനികവൽക്കരിക്കുന്ന പദ്ധതിയാണിത്. നീലേശ്വരം ബസാർ, തളിയിൽ അമ്പലം റോഡ്, ശ്രീവത്സം തെരു റോഡ്, നീലേശ്വരം വില്ലേജ് ഓഫീസ്, തളിയിൽ അമ്പലം റോഡ്, ശ്രീവത്സം രാജ ലിങ്ക് റോഡ്, ചിറ കരിഞ്ചാത്തം വയൽ റോഡ് എന്നിവയാണ് പദ്ധതിയിൽ വരുന്നത്. ശ്രീവത്സം തെരുവ് റോഡിന് 2 ഭാഗത്തും മറ്റ് റോഡുകളിൽ 1 ഭാഗത്തും ഡ്രെയിനേജ് സംവിധാനമുണ്ടാകും. കവറിംഗ് സ്ലാബ്, കൾവേർട്ട്, ഇന്റർലോക്ക് നടപ്പാത, ഹാൻഡ് റെയിൽ എന്നിവയും സ്ഥാപിക്കും. ഒപ്പം സുരക്ഷാ സംവിധാനങ്ങളായ സെന്റർ ലൈൻ സ്റ്റഡ്, സൂചനാ ബോർഡുകൾ എന്നിവയുമാണ് 2021-2022 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ന്യൂസ് 18 നീലേശ്വരം. കാർഷിക കേരളം. എറണാകുളം നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ കൃഷി ചെയ്ത എള്ള് വിളവെടുപ്പിന് ഭാഗമായി പൂവും കായുമായി വിളഞ്ഞു നിൽക്കുന്ന എള്ളുംപാടം മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ നേര്യമംഗലത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷിത്തോട്ടത്തിലെ എഫ് ബ്ലോക്കിൽ 1.5 ഏക്കറിലാണ് എള്ള് കൃഷി ചെയ്തത്. വിളവെടുപ്പിന് പാകമായി കൊണ്ടിരിക്കുന്ന എള്ളുചെടികൾ പൂത്തുലഞ്ഞ് വെള്ളപ്പൂക്കളുടെ വസന്തകാലം തീർത്തിരിക്കുകയാണ്. ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് സൂസൻ ലീ തോമസ്, കൃഷി ഓഫീസർ ശില്പ എന്നിവരുടെ നേതൃത്വത്തിൽ എഫ് ബ്ലോക്കിലെ തൊഴിലാളികളാണ് എള്ള് കൃഷിയുടെ പരിപാലനം ഏറ്റെടുത്തിരിക്കുന്നത്. കാട് പിടിച്ചുകിടന്ന സ്ഥലം ഉഴുതുമറിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കിയത് 3 മാസങ്ങൾക്ക് മുൻപാണ്. വിതച്ച് 3 മാസത്തിനകം വിളവെടുക്കാമെന്നതാണ് എള്ള് കൃഷിയുടെ പ്രത്യേകത. കാരെള്ളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഏപ്രിൽ മാസങ്ങളിലാണ് എള്ള് വിതയ്ക്കേണ്ട സമയം. 1 ഏക്കർ സ്ഥലത്തേക്ക് 1.5 കിലോ തൊട്ട് 2 കിലോ വരെ എള്ള് വിത്ത് ഇതിന് ആവശ്യമാണ്. നമ്മൾ ഈ എള്ള് നടാനായിട്ട് ആദ്യം തന്നെ നിലം 2 പ്രാവശ്യം ഉഴുത് നിലമൊരുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എള്ള് പാകുകയാണ് ചെയ്യേണ്ടത്. അന്യം നിന്നു പോകുന്ന എള്ള് കൃഷിയെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ എള്ള് കൃഷി ചെയ്തതെന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എള്ള് കർഷകർക്ക് വിത്തായും എള്ളെണ്ണ, പലഹാരങ്ങൾ എന്നിവയും നിർമ്മിച്ച് കൃഷിത്തോട്ടത്തിലെ തന്നെ വിപണന കേന്ദ്രം വഴി വിറ്റഴിക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചു. അന്യം നിന്ന് പോകുന്ന ഒരു കൃഷി രീതി ആയതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ആ ബ്ലോക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും തൊഴിലാളികളും കഠിനാധ്വാനം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വിളവെടുക്കുന്ന എള്ള് നമുക്ക് എണ്ണയായിട്ടും എള്ളായിട്ടും തന്നെ നമ്മുടെ വിപണന കേന്ദ്രം വഴി വിൽപ്പന നടത്തുന്നതിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 നേര്യമംഗലം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്ന നടപടികൾ ആരംഭിച്ചു. നഗരത്തിലെ പാതയോരങ്ങളിലെ കൈവരികളിൽ ചെടികൾ സ്ഥാപിച്ച് മനോഹരമാക്കിയാണ് നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നത്. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷൻ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള റോഡിന്റെ വശങ്ങളിലാണ് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ സ്ഥാപിച്ചത്. റോഡിന്റെ കൈവരികൾ പെയിന്റ് ചെയ്ത് മനോഹരമാക്കി. പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് ബക്കറ്റിലാണ് ചെടികൾ സ്ഥാപിച്ചിട്ടുള്ളത്. നഗരത്തെ മാലിന്യമുക്തമാക്കി പൊതുയിടങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് സൗന്ദര്യവൽക്കരണത്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത്. പത്തനംതിട്ട നഗരസഭയും ഹരിത നഗരമാക്കി നഗരത്തെ മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ പദ്ധതി ഏറ്റെടുത്തതാണ്. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സൗന്ദര്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ്.
നഗര സൗന്ദര്യവൽക്കരണത്തിൽ കോളേജ് വിദ്യാർത്ഥികളും വ്യാപാരികളും പങ്കാളികളായി. ഒരു 100-ൽ പകരം NSS യൂണിറ്റിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. അവർ കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒരു കൂട്ടായ ഫലമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സന്തോഷത്തിന് കാരണമായത്. 500ഓളം ചെടികൾ 5 ലക്ഷം രൂപ മുടക്കിയാണ് റോഡിന്റെ വശങ്ങളിലെ പാതകളിൽ സ്ഥാപിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നിർവഹിച്ചു. ചെടികളുടെ പരിപാലനം നഗരസഭയ്ക്കാണെങ്കിലും സംരക്ഷണം വ്യാപാരികൾക്കാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ടും പോക്കുവരവ് നടത്താനാവാതെ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 28 കുടുംബങ്ങൾ. പട്ടയം ലഭിച്ചിട്ട് 7 മാസം ആയിയെങ്കിലും പോക്കുവരവ് നടന്നിട്ടില്ല. 2 വില്ലേജുകളിലായി കിടക്കുന്ന ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ മെയ് 10 ഇടുക്കിയിൽ നടന്ന പട്ടയമേളയിലാണ് ഈ 28 കുടുംബങ്ങൾക്കും പട്ടയം ലഭിച്ചത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പോക്കുവരവ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഇവർ. അവർ പറയുന്നത് 75 ഏക്കർ സ്ഥലം ഒരാളുടെ പേരിലാണ് കിടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ. ഞങ്ങൾ 28ഓളം പേർക്ക് 30 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ ഞങ്ങൾക്ക് പട്ടയം അനുവദിച്ച് പട്ടയം കിട്ടിയവരാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല പുതുവൽ, തേങ്ങാക്കൽ പുതുവൽ, 110 പുതുവൽ, ലാൻഡ്രം പുതുവൽ എന്നീ മേഖലയിലാണ് ഇവർ കഴിയുന്നത്. ഏലപ്പാറ, മഞ്ചുമല, പീരുമേട് വില്ലേജുകളുടെ അതിർത്തി മേഖലയാണ് ഇവിടം. നിലവിൽ ഈ കുടുംബങ്ങൾ ഏലപ്പാറ വില്ലേജിന് കീഴിലാണ്. എന്നാൽ ഭൂമിയുടെ രേഖകൾ പീരുമേട് വില്ലേജിലും. ഇതാണ് പോക്കുവരവ് ചെയ്യാൻ തടസ്സം. ഈ വസ്തുത നിലനിൽക്കെ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന മെല്ലപ്പോക്ക് കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഒരാൾക്ക് 30 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ സ്ഥലമുണ്ട്. കർഷകരും തോട്ടം തൊഴിലാളികളുമാണ് ഇവർ. വീട് നിർമ്മാണം, മക്കളുടെ വിവാഹ ആവശ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി പട്ടയം ഉപയോഗിച്ച് ലോൺ തരപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. നമുക്ക് ഇത് മേടിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഇന്ന് നാളെ വന്ന് ഇങ്ങനെ പറയുന്നു. ചെല്ലുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരില്ലെന്നാ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ മെല്ലപ്പോക്ക് മൂലം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണിവർ. സർവേ നടപടികൾക്കായി പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുള്ളതായും നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഉടൻ തന്നെ പോക്കുവരവ് ചെയ്യാൻ കഴിയുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ച് തൃശൂർ മറ്റത്തൂരിലെ കടമ്പോട് വയോജന ക്ലബ്ബ് വയോധികരുടെ മാനസിക ഉണർവ് ലക്ഷ്യമിട്ടാണ് യാത്ര നടത്തുന്നത്. 49 പേരാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത്. മെട്രോയിൽ എറണാകുളത്തെത്തിയ സംഘം ജലമെട്രോ യാത്ര നടത്തി. ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കണ്ടു. പുതുവൈപ്പിൻ ബീച്ചിലെ കാഴ്ചകളും കണ്ടാണ് സംഘം മടങ്ങിയത്. ഒരു പകൽ മുഴുവൻ ഉല്ലസിക്കാനായതിന്റെ സന്തോഷം അവർ പങ്കുവച്ചു. മറ്റത്തൂരിലെ കടമ്പോട് വയോജന ക്ലബ് ആണ് യാത്ര സംഘടിപ്പിച്ചത്. വയോജന ക്ലബ് ഭാരവാഹികളായ PUS സിറിയക്, TD ശ്രീധരൻ, PS അംബുജാഷൻ, പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷ്, അംഗനവാടി ടീച്ചർ ഷാലി തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 മറ്റത്തൂർ. കോഴിക്കോട് വാണിമേൽ പുതുക്കയത്ത് കട കത്തി നശിച്ചു. കാരക്കുന്നുമ്മൽ നരേശന്റെ ഉടമസ്ഥയിലുള്ള കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നു. നാട്ടുകാർ ചേർന്നാണ് തീ അണച്ചത്. വയനാട്ടിൽ ചോദിച്ച പണം നൽകാത്തതിന്റെ പേരിൽ അമ്മയെ മർദ്ദിച്ച മകൻ അറസ്റ്റിലായി. വാളാട് പുഴയ്ക്കൽ വീട്ടിൽ ആരോമൽ ഉണ്ണിയാണ് തലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വധഭീഷണി മുഴക്കി ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ PMAY ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ PMAY ലൈഫ് പദ്ധതി വഴി 392 ഗുണഭോക്താക്കൾക്കാണ് പുതിയ വീടുകൾ അനുവദിച്ചത്. വീട് നിർമ്മാണത്തിന് ഗഡുക്കൾ നൽകാൻ ഹഡ്കോയിൽ നിന്ന് 2,74 ലക്ഷം രൂപ അനുവദിച്ചിട്ടുമുണ്ട്. മഹാപ്രളയത്തിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ പുനർനിർമ്മാണത്തിനായി മണ്ണ് പരിശോധന ആരംഭിച്ചു. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്നത് DTPCയുടെ ബജറ്റ് ഹോട്ടൽ കെട്ടിടത്തിലാണ്. 2018 പ്രളയത്തിൽ മൂന്നാർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ കെട്ടിട സമുച്ചയം പൂർണ്ണമായും തകർന്നിരുന്നു. വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ കോളേജ് നിലനിന്നിരുന്ന സ്ഥലത്ത് പുനർനിർമ്മാണം സാധ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ബജറ്റ് ഹോട്ടൽ, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ഭൂമിയും സമീപത്തെ റവന്യൂ ഭൂമിയും ഉൾപ്പെടുത്തി 20 ഏക്കർ ഭൂമി ഏറ്റെടുത്തത്.
തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോ ടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മണ്ണ് പരിശോധന. മൂന്നാർ DTPC കെട്ടിടത്തോട് ചേർന്നിട്ടുള്ള പ്രദേശവും എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭൂമിയും അതേപോലെ ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയും ഉൾപ്പെടെയുള്ള 20 ഏക്കറോളം സ്ഥലമാണ് നിലവിൽ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തുള്ള സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിന്റെ ജിയോ ടെക്നിക്കൽ വിംഗ് ആണ് ഈ സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. കോളേജ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് CPM, CPI, വിദ്യാർത്ഥി യുവജന സംഘടനകൾ പരസ്പരം പഴിചാരി രംഗത്തെത്തിയിരുന്നു. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ കോളേജിന്റെ പ്രവർത്തനം പരിമിതമായ സാഹചര്യങ്ങളിലാണ്. ന്യൂസ് 18 മൂന്നാർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.